എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. HSST മാത്തമാറ്റിക്സിൻ്റെ സിലബസ് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. HSSTക്ക് വേണ്ടിയുള്ള വീഡിയോ ക്ലാസ്സുകളും ലൈവായിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ ഇനി നമുക്ക് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു റെഗുലർ ബേസിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്യും. കാരണം ലൈവൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ക്ലാസ്സിൽ കുട്ടികൾ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലാസ് എടുക്കാനൊരു എനർജി കിട്ടുക, അല്ലെങ്കിൽ ഒരു ഊർജ്ജം കിട്ടുക. ശരിയല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എനർജിയും അതിനനുസരിച്ച് ഡൗൺ ആവും. അത് നോർമലി നിങ്ങൾ കൂടുതലും ടീച്ചേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ലൈവ് എടുക്കുമ്പോൾ, റെക്കോർഡഡ് ആകുമ്പം നമ്മൾ കുട്ടികൾ ഫ്രണ്ടിലുണ്ട് എന്ന് സങ്കല്പിച്ച് നമ്മളങ്ങ് ക്ലാസ് എടുക്കാം. പക്ഷേ ലൈവ് ആകുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈവ് എടുത്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോ, നിങ്ങളത് ഫോളോ ചെയ്യുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസും വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുട്ടികൾ കാണാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലൈവായിട്ട് തന്നെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് റെസ്പോൺസായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് ഒക്കെ ഒന്ന് പറയാം. കഴിഞ്ഞ HSSTയുടെ സിലബസാണ്. സിലബസിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നോക്ക്, ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനുള്ളത് ലീനിയർ ഓൾജിബ്രയാണ്. ഓക്കെ, നമുക്കിതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മജോറിറ്റിയും പ്യുവർ മാത്തമാറ്റിക്സ് ആണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. അതായത് പ്യുവർ മാത്തമാറ്റിക്സ് ഇൻ ദ സെൻസ് പക്കാ മാത്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ഈ സാധാരണ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല നമുക്കിവിടെ പഠിക്കാനുള്ളത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നോക്ക്, ആദ്യമേ തന്നെ നമുക്ക് വെക്റ്റർ സ്പേസസ്, ലീനിയർ ഓൾജിബ്രയുടെ അഡ്വാൻസ്ഡ് ലെവലിൽ നിന്നാണ് സിലബസ് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ വെക്റ്റർ സ്പേസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ഡിപ്പെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിശദമായിട്ട് പഠിക്കണം. ഓൾജിബ്ര ഓഫ് മെട്രിസസ്, റാങ്ക് ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിസസ്. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ടോപ്പിക്കായിരിക്കും റാങ്ക്, ഡിറ്റർമിനൻ്റ്. ശരിക്കും അതായിരുന്നു സിലബസിൽ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത്. അത് പഠിച്ചിട്ട് വെക്ടർ സ്പേസിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക്ക് ഞാൻ സിലബസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ എടുക്കുന്നുണ്ടാവുക. നോക്കാം. അതിനുശേഷം ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇവർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനും അതിൻ്റെ കൺസിസ്റ്റൻസി റിലേറ്റഡ് ചോദ്യങ്ങളുമാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം, എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈഡ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ തിയറം. ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്, ഇപ്പോൾ അണ്ടർലൈൻ ചെയ്ത ഏരിയാസ്. പിന്നെ വരുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ചെയ്യാം. പിന്നെ ചേഞ്ച് ഓഫ് ബേസിസ്, കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോം എന്നും സാധാരണ PSC റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാംസിൽ ലീനിയർ ഓൾജിബ്ര പഠിക്കാനുണ്ടെങ്കിലും ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഫോംസിലേക്കും കനോണിക്കൽ ഫോംസിലേക്കും ഒന്നും സിലബസ് അങ്ങനെ നീണ്ടു പോകാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കണം. ഓക്കെ, പിന്നെ ഡയഗണലൈസേഷനും ഡയഗണൽ ഫോംസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ട്രയാങ്കുലർ ഫോംസ് പഠിക്കണം, റാഷണൽ ഫോംസ് പഠിക്കണം, ജോർദാൻ ഫോം പഠിക്കണം. ഓക്കെ, പിന്നെ ഇന്നർ പ്രോഡക്റ്റ് സ്പേസസ്, ഓർത്തോഗണൽ ബേസിസ്, ക്വാഡ്രാറ്റിക് ഫോം വരെ പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കാനുണ്ട്. പിന്നെ 2 മൊഡ്യൂളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന സാധനമാണ് റിയൽ അനാലിസിസ്. റിയൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ സീക്വൻസസ് ആൻഡ് സീരീസ്, കൺവേർജൻസ്, ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം, ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, അങ്ങനെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആദ്യമേ തന്നെ ഒരു സെറ്റ് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ബേസിക്സ് തൊട്ട് ജിയോമെട്രി പ്രോഗ്രഷനൊക്കെ തൊട്ട് നമ്മൾ പഠിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെ കൺവേർജൻസ് എന്ന് പറയുമ്പം ആ ഒരു വാക്കിൽ ഇവിടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെ ഒരുപാട് സാധനങ്ങളുണ്ട്. കൺവേർജൻസ് തിയറംസ് എല്ലാം തന്നെ പഠിക്കണം. റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ സുപ്രീമോ ഇൻഫിമോ റിലേറ്റഡ് ഫാക്ട്സ്, അതിൻ്റെ കൺസെപ്റ്റുകൾ, ബോൾസാനോ-വെയ്സ്ട്രാസ്, ഇതൊക്കെ തിയറമായിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ സാധാരണ എക്സാമിന്. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെയല്ല, ജസ്റ്റ് തിയറമായിട്ട് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്.
പിന്നെ നിങ്ങൾക്കൊന്ന് സമാധാനിക്കാവുന്ന ഏരിയയാണ് +2 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് കണ്ടിന്യൂറ്റി, എന്താണ് ഡിഫറൻഷ്യബിലിറ്റി, റോൾസ് തിയറം, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. പിന്നെ യൂണിഫോം കൺവേർജൻസ്, റെയ്മാൻ സമ്മ്, റെയ്മാൻ ഇൻറ്റഗ്രൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ, പിന്നെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ്. ഓക്കെ, അത് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഡബിൾ ഇൻറ്റഗ്രൽ, ട്രിപ്പിൾ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസ്റ്റൻറ്റ് ലിമിറ്റും വേരിയബിൾ ലിമിറ്റും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് അതും നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. പിന്നെ റിയൽ അനാലിസിസിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ടോപ്പിക്കുകൾ, അതും ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ എന്താ പറയുക, പ്യുവർ മാത്സ് ആണ്. ഇങ്ങോട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ പ്യുവർ മാത്സ് ആണ്. കുറച്ച് മനസ്സിലാക്കി സമയമെടുത്ത് പഠിക്കേണ്ട ഏരിയാസാണ്. ഒരിക്കലും ഒരു അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്ക് പഠിച്ചെത്തുന്ന ഒരു ടോപ്പിക്കല്ല ഇതിനുള്ളത്. ആദ്യമേ തൊട്ട്, ഒരുപാട് നേരത്തെ തൊട്ട് വളരെ ഡീപ്പായിട്ടിരുന്ന് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ റാങ്ക് കിട്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ. നല്ല വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ റിയൽ അനാലിസിസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് സ്പെഷ്യൽ ഫങ്ഷൻസ് ആയിട്ട് ബീറ്റ ഫംഗ്ഷൻ, ഗാമ ഫംഗ്ഷൻ, ഫൊറിയർ സീരീസ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫൊറിയർ സീരീസ് വരെ പഠിക്കണം നമ്മൾ. പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറംസ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഇതൊക്കെ പരിചയമുള്ള ടോപ്പിക്കാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്, ഇതൊക്കെ ഒരു വാക്കിൽ തീരുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ അത് എത്രത്തോളം പരന്ന് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. ഇനി നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിലേക്ക് വരികയാണ്. അവിടെ തന്നെ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, നോർമൽ സബ് ഗ്രൂപ്പ്, കോഷ്യൻ ഗ്രൂപ്പ്സ്, ഹോമോമോർഫിസം, ഐസോമോർഫിസം, സൈക്ലിക് ഗ്രൂപ്പ്, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, കേലിസ് തിയറം, ഡയറക്റ്റ് പ്രോഡക്റ്റ്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അബീലിയൻ ഗ്രൂപ്പ്, ക്ലാസ് ഇക്വേഷൻസ്, സൈലോ തിയറംസ്. സാധാരണഗതിയിൽ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര പഠിക്കാനുള്ള കേസിലൊക്കെ PSC കൊടുക്കുന്ന ഒരു സിലബസ് ആണിത്. ഓക്കെ, അപ്പോൾ അവിടെയും കൺസെപ്ച്വലാണ് കാര്യങ്ങൾ, പ്രോബ്ലമാറ്റിക് അല്ല, കൺസെപ്ച്വലാണ്. ഓക്കെ, പിന്നെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയുടെ ബാക്കി റിങ് അങ്ങോട്ടൊക്കെ വരുമ്പം കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഏരിയാസാണ്. റിങ്, ഐഡിയൽസ്, പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽ, കോഷ്യൻ റിങ്, യൂണിഫാക്ടറൈസേഷൻ ഡൊമെയിൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ, യൂക്ലിഡിയൻ ഡൊമെയിൻ, പോളിനോമിയൽ റിങ്സ്, ഇറഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയൻ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത്. പിന്നീടാണ് മഹത്വം ബൃഹത്വമായ ടോപ്പോളജിയിലേക്ക് കടക്കുക. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്ന പോലെ. ടോപ്പോളജിയും പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ടോപ്പോളജി പഠിക്കുമ്പോൾ. മെട്രിക് സ്പേസസ്, കണ്ടിന്യൂറ്റി, ടോപ്പോളജിക്കൽ സ്പേസസ്, ബേസ്, സബ് സ്പേസ്, കൗണ്ടബിലിറ്റി പ്രോപ്പർട്ടി. കൗണ്ടബിലിറ്റി പ്രോപ്പർട്ടീസ് ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ സെപ്പറേഷൻ ആക്സിയോംസ്, കോമ്പാക്ട് സ്പേസ്, 1 പോയിന്റ് കോമ്പാക്റ്റിഫിക്കേഷൻ, അങ്ങനെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ കുറച്ച് പഠിക്കാനുണ്ട്. അവിടെയും എല്ലായിടത്തും 7 മാർക്ക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ പറയുന്ന പ്യുവർ മാത്സിൽ നിന്നൊക്കെ അങ്ങോട്ട്, അതായത് പക്ക കോൺസെപ്ച്വൽ മാത്സിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനും കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കോംപ്ലക്സ് അനാലിസിസ്, അത് വലിയ കുഴപ്പമില്ലാത്ത, നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസ്. പേര് കോംപ്ലക്സ് ആണെങ്കിലും സംഭവം അത്ര കോംപ്ലക്സ് അല്ല. ഓക്കെ, അതിനകത്ത് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ +1 തൊട്ട് പഠിച്ചു തുടങ്ങണം. കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കണം, പോളാർ ഫോം പഠിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ കോൺജുഗേറ്റ്, ആർഗ്യുമെൻറ്റ്, മോഡുലസ്, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം. പിന്നെ നമ്മൾ ഹൈ ലെവലിലേക്ക് കയറുകയാണ്. CR ഇക്വേഷൻസ് തൊട്ട് അങ്ങോട്ട് പഠിക്കണം. അനലിറ്റിക് ഫംഗ്ഷൻ, കോഷി റൈമാൻ ഇക്വേഷൻ, കൺഫോർമൽ മാപ്പിംഗ്, മോബിയസ് ട്രാൻസ്ഫോർമേഷൻ. കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ മാപ്പിങ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. പിന്നെ മോബിയസ് ട്രാൻസ്ഫോം, പവർ സീരീസ്, അനലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ എന്താ പറയുക, A to Z കാര്യങ്ങൾ ഇവർ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അത്. അതാണ് പറഞ്ഞത്, മാക്സിമം നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അത്രത്തോളം നല്ലത്. എത്രത്തോളം വൈകുന്നോ അത്രത്തോളം വീണ്ടും ഇത് ബണ്ടിലായിട്ട് ഇങ്ങനെ കിടക്കും പഠിക്കാനായിട്ടുള്ള. പിന്നെ ഫങ്ഷണൽ അനാലിസിസ് അടുത്ത പഠിക്കാനുള്ളത്. അതിനകത്ത് നോംഡ് ലീനിയർ സ്പേസ്, കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ മാപ്സ്, അങ്ങനെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ്. വീണ്ടും നമുക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു ഏരിയയിലേക്കാണ് വരുന്നത്. ഫങ്ഷണൽ അനാലിസിസും കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രശ്നക്കാരനാണ്. പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റിയ സാധനം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അപ്പോൾ അതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിക്കാനുണ്ട്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിക്കാനുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ സൊല്യൂഷൻ, ഡിഫറെൻറ്റ് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൽ വരുന്ന ഡിഫറെൻറ്റ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽസ് വരുന്ന ടൈപ്പ് എല്ലാം തന്നെ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും ചാർപിറ്റ്സ് മെത്തേഡ്, ലഗ്രാഞ്ചസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോഷീസ് തിയറം, പിന്നെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഒന്ന് പഠിക്കണം, പിന്നെ ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടുന്ന് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ്. അവിടെയും അത്യാവശ്യം നല്ല വാസ്റ്റ് സിലബസ് ആണ് കേട്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് തിയറി ഓഫ് നമ്പേഴ്സ് ആണ്. തിയറി ഓഫ് നമ്പേഴ്സ് അത് നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു 10 ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അത് ഒരു മണിക്കൂർ വെച്ച് 10 ക്ലാസ്സെങ്കിലും എടുക്കേണ്ട ടോപ്പിക്കാണ്. അത് അത്യാവശ്യം കൂടുതൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇറ്റ് നീഡ് മോർ പ്രാക്ടീസ്. നല്ല പ്രാക്ടീസ് വേണ്ട ഏരിയ ആണ് കേട്ടോ. അവിടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആയാലും, ഡിവിസിബിലിറ്റി ഇൻ ഇസഡ്, കോൺഗ്രുവൻസ്, ലീനിയർ കോൺഗ്രുവൻസ്, ചൈനീസ് റിമൈൻഡർ തിയറം, ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ, ഫെർമാറ്റ്സ് തിയറം, വിൽസൺസ് തിയറം, ഓയിലേഴ്സ് ഇക്വേഷൻ, പ്രിമിറ്റീവ് റൂട്ട്സ്, അതും അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഭയങ്കര വാസ്റ്റ് അല്ല, എങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ മാത്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഓക്കെ, യെസ്. സോ അപ്പോൾ നമുക്ക് ഇത്രയാണ് സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കാണാനൊക്കെ ആൾക്കാരുണ്ടാവുമോ ലൈവ് വെച്ചാൽ എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് റെഗുലർ ബേസിസിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.